പത്മകുമാർ അധ്യക്ഷനായിരുന്ന ദേവസ്വം ബോർഡാണ് 8ാം പ്രതി. ശബരിമലയിലെ കട്ടിളപ്പാളികൾ കടത്തിയ സംഭവത്തിൽ ജനം TV വാർത്ത ശരിവെച്ച് പ്രത്യേക അന്വേഷണ സംഘം ദേവസ്വം ബോർഡ് അംഗങ്ങളെ പ്രതികളാക്കി കേസ് രജിസ്റ്റർ ചെയ്തു. 2019 ദേവസ്വം ബോർഡ് അംഗങ്ങൾ കേസിൽ 8ാം പ്രതി. അങ്ങനൊരു FIR ഉണ്ടെന്നുള്ള വിവരം ഞാൻ അറിഞ്ഞിട്ടില്ല. നിയമപ്രകാരമോ അതല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലോ എനിക്ക് അങ്ങനെ ഒരു വിവരം കിട്ടിയിട്ടില്ല. അപ്പൊ കരുതും സ്വർണ്ണക്കൊള്ളയിൽ കേസെടുത്തല്ലോ, ഇനി അമ്പലക്കള്ളന്മാരെ പിടിച്ചാൽ പോരേ എന്ന്. സംസ്ഥാനത്തെ ദേവസ്വം ഭൂമികളിൽ വ്യാപക കൊള്ള. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ ദേവസ്വങ്ങളുടെ 25,000 ഏക്കർ കാണാനില്ല. ഏറ്റവും കൂടുതൽ അന്യാധീനപ്പെട്ടത് മലബാർ ദേവസ്വത്തിന്റെ ഭൂമിയാണ്. എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിലെ ഭൂമികളിലും കയ്യേറ്റം നടന്നു. കിട്ടാവുന്നിടത്തോളം കാശരാക്ക. നാട്ടുവാഴുന്ന ജനാധിപത്യമല്ലേ? അധികാരം പിടിച്ചെടുക്കാൻ പണം വേണം, അണികളെ നിലക്കി നിർത്താനും. ദൈവത്തിന് ഇതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? കട്ട് ഭൂമിയും കട്ട്, ഭഗവാനെ ഒഴിച്ച് സർവ്വതും കട്ട്. എന്നിട്ടും ഒന്നും അറിയാത്ത ഒരു അവതാരമുണ്ട്. ഞാൻ യഥാർത്ഥത്തിൽ റിപ്പോർട്ടിനെ സംബന്ധിച്ച് ഒന്നും തന്നെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഒരു ഷോക്കേസിലേക്ക് ഒന്ന് കയറി ഇരിക്കുകയോ അണ്ണ. കടകംപള്ളി ഈ തട്ടിപ്പിന്റെ ഐശ്വര്യം എന്നൊന്ന് എഴുതി വച്ച പൂർണ്ണം. നിങ്ങൾ പറഞ്ഞിട്ടുള്ള അറിവ് മാത്രമേ യഥാർത്ഥത്തിൽ ഇപ്പോൾ പൊതുസമൂഹത്തിൽ നിൽക്കുന്നുള്ളൂ. ഞാനാണെങ്കിൽ ഒട്ടും മനസ്സിലാക്കിയില്ല. കഴിഞ്ഞ 2 മണിക്കൂറായിട്ട് ഞാനൊരു പാർട്ടി കമ്മിറ്റിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. രാജാ ഹരിചന്ദ്രൻ 2.0 സഖാവിന്റെ നാക്കേ ഉണങ്ങുന്നുണ്ട് വല്ലാതെ. എപ്പോഴും അല്പം വെള്ളം കയ്യിൽ കരുതണേ. നേരത്തെ തന്നെ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, ഒരു സത്യസന്ധമായിട്ടുള്ള ശരിയായിട്ടുള്ള അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുകയാണ്. ശബരിമലയിലെ സ്വർണ്ണ കവർച്ച സർവരും അറിഞ്ഞു. പക്ഷെ ദേ ഈ പുള്ളി ഒഴിച്ച് പഴയ ദേവസ്വം മന്ത്രി 2 മണിക്കൂറായി കമ്മിറ്റിയിൽ പങ്കെടുത്തോണ്ടിരിക്കുവായിരുന്നു. അതുകൊണ്ട് മാത്രം ഒന്നും അറിഞ്ഞില്ല. ആ അന്വേഷണം 6 ആഴ്ചക്കകത്ത് പൂർത്തീകരിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുമുണ്ട്. നമ്മൾ 6 ആഴ്ചക്കാലം കാത്തിരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. യഥാർത്ഥ പ്രതികളെ നിശ്ചയമായിട്ടും ഹൈക്കോടതി നിയോഗിച്ച ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പുറത്തു കൊണ്ടുവരും. അതുവരെ ക്ഷമയോടുകൂടി കാത്തിരിക്കുക. അതെ, കോടതി പിടിമുറുക്കിയത് കൊണ്ട് കള്ളന്മാരെ പുറത്തു കൊണ്ടുവരും. അതിലാണ് ഞങ്ങളുടെയും പ്രതീക്ഷ. ഇനി അധികം നിൽക്കണ്ട, ഇറങ്ങി ഓടിക്കോ. ഈ 2019 ദേവസ്വം കമ്മീഷണർ പോയി നേരത്തെ ഒളിച്ചിരുന്ന ആ മാടത്തിലോട്ട് കയറിക്കോ. കള്ളനെ ശിവണ്ണം പിടിക്കും, പിന്നല്ല അത് ഏത് പാർട്ടിക്കാരനായാലും പിടിച്ചിരിക്കും. ഈ കാര്യത്തിൽ പാർട്ടിക്കാരനാണെന്നോ പാർട്ടിക്കാരനല്ലെന്നോ എന്നുള്ള പ്രശ്നമൊന്നുമില്ല. അന്വേഷണം വരട്ടെ. അന്വേഷണത്തിൽ കുറ്റക്കാരനെന്ന് തെളിയിക്കപ്പെടുന്നത് അവസാന കോടതിയാണല്ലോ. ഇപ്പോൾ അന്വേഷണത്തിൽ ഒരു സംശയം തോന്നി കേസിൽ പ്രതിയാക്കിയാണല്ലോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത് ആരായിരുന്നാലും എത്ര സ്വാധീനമുള്ളവരായിരുന്നാലും ഏത് പാർട്ടി നേതാവായിരുന്നാലും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നിലയിലുള്ള നടപടികളായിരിക്കും സ്വീകരിക്കുന്നത്. അപ്പൊ ശരി.